നെക്സ്റ്റ് ഇനി നമുക്ക് 13th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ 13th ക്വസ്റ്റ്യൻ, a circular flower garden has an area of 314 meters square. A sprinkler at the center of the garden can cover an area that has a radius of 12 meters. Then will the sprinkler water the entire garden? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഗാർഡൻ ഉണ്ട്, ദെൻ ആ ഗാർഡന്റെ സെൻട്രലായിട്ട് നമ്മളൊരു സ്പ്രിംഗ്ലറും കൂടെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഗാർഡൻ നനയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം യൂസ് ചെയ്ത് നനയ്ക്കാൻ സ്പ്രിംഗ്ലർ യൂസ് ചെയ്തു. സോ അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഏരിയ ഓഫ് ഫ്ലവർ ഗാർഡൻ ആസ് എൻ ഏരിയ. അപ്പൊ നമ്മളൊരു ഗാർഡൻ, ഫ്ലവർ ഗാർഡൻ സർക്കുലർ ഷേപ്പിലാണ്, സർക്കുലർ ഫ്ലവർ ഗാർഡൻ ആണ്. സോ ഇതിന്റെ ഏരിയ 314 ആണ്. ഓക്കെ, ഏരിയ 314 മീറ്റർ സ്ക്വയർ. ഓക്കെ, ആൻഡ് സ്പ്രിംഗ്ലർ അറ്റ് ദി സെന്റർ. അപ്പൊ ഇവിടെയാണ് ഒരു സ്പ്രിംഗ്ലർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് സെന്റർ പോർഷനിലെ. ദെൻ sprinkler at the center of garden can cover an area that has the radius of 12 meter. അപ്പൊ ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്ന റേഡിയസ്. ഓക്കെ, ഈ സ്പ്രിംഗ്ലർ കവർ ചെയ്യുന്ന ഒരു ഏരിയയുടെ റേഡിയസ് എത്രയാണ്? 12 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വിൽ ദി സ്പ്രിംഗ്ലർ വാട്ടർ എൻറ്റയർ ഗാർഡൻ. അപ്പൊ എൻറ്റയർ ഗാർഡനിൽ ആ ഒരു വാട്ടർ എത്തുമോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എൻറ്റയർ ഗാർഡന്റെ ഏരിയ 314 ആണ്. അപ്പം ഈ ഒരു സ്പ്രിംഗ്ലർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗാർഡനിൽ നമുക്ക് വാട്ടർ സ്പ്രിംഗിൾ ചെയ്യാൻ പറ്റുന്ന ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ റേഡിയസ് പറയുന്നുണ്ട് ദാറ്റ് ഇസ് 12 മീറ്റർ എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഏരിയ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്പ്രിംഗ്ലർ യൂസ് ചെയ്ത് കവർ ചെയ്യുന്ന ഏരിയ. അപ്പം ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ദെൻ ആ ഒരു പൈ ആർ സ്ക്വയറിൽ റേഡിയസ് തന്നിട്ടുണ്ട് 12 മീറ്റേഴ്സ് ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പൈയുടെ വാല്യൂ 3.14 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റു 12 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് ഏരിയ. എന്നിട്ട് നമുക്ക് ഏരിയാസ് കമ്പയർ ചെയ്താൽ മതി. എൻറ്റയർ ഗാർഡന്റെ ഏരിയ അവിടെ ഓൾറെഡി ഉണ്ട്, അതുമായിട്ട് ഈ ഒരു ഏരിയനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 12 ഇൻറ്റു 12 144 കിട്ടും. ദെൻ 314 ഇൻറ്റു 144 16 6 4 5 12. ദെൻ 16 6 1 4 5 12. ദെൻ നെക്സ്റ്റ് 1 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 4 1 3. സോ 6 5 പ്ലസ് 6 11 1 ദെൻ 1 9 10 11 12 ദെൻ 2 4 5 ദെൻ 4. സോ ഇവിടെ ഇനി നമ്മൾ പോയിന്റ് കൊടുക്കണം, അത് മറന്നു പോരുത്. അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 452.16 മീറ്റർ സ്ക്വയർ. സോ അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് ഇനി ആൻസർ കമ്പയർ ചെയ്താൽ മതി. നമ്മൾ ആ ഒരു സ്പ്രിംഗ്ലർ യൂസ് ചെയ്യുമ്പോൾ ആ സ്പ്രിംഗ്ലർ കവർ ചെയ്യുന്ന, ആ ഗാർഡനിൽ കവർ ചെയ്യുന്ന ഏരിയ 452.16 മീറ്റർ സ്ക്വയർ കവർ ചെയ്യും. നമ്മുടെ ഗാർഡൻ ആകെ വരുന്ന ഏരിയ 314 മീറ്റർ സ്ക്വയറേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗാർഡന്റെ ഏരിയനേക്കാളും കൂടുതലായിട്ട് ഇവിടുന്ന് ഈ വാട്ടറിന് സ്പ്രിംഗിൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് വൈ ഇവിടെ എന്തായിരിക്കും? വിൽ ദി സ്പ്രിംഗ്ലർ വാട്ടർ എൻറ്റയർ ദി ഗാർഡൻ? യെസ്, കറക്റ്റ് ആണല്ലേ? യെസ്. സോ ദാറ്റ് സ്പ്രിംഗ്ലർ കവർ ദി എൻറ്റയർ ഗാർഡനെ കവർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഏരിയ ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ള ആൻസർ നമ്മുടെ വേർഡ്സിൽ അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 14th ക്വസ്റ്റ്യൻ. ഓക്കെ, 14th ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി സർക്കംഫറൻസ് ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾ ഷോൺ ഇൻ ദി അഡ്ജോയിങ് ഫിഗർ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഫൈൻഡ് ദി സർക്കംഫറൻസ് ആണ്. ഓക്കെ, സർക്കംഫറൻസ് ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾ. സോ ഈ ഒരു ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സർക്കംഫറൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? 2πr ആണ് നമ്മുടെ ഇക്വേഷൻ സർക്കംഫറൻസിന്റെ. അപ്പൊ നമുക്ക് രണ്ട് കേസിലും ചെയ്യണം. സർക്കംഫറൻസ് ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾസ് എന്ന് ചോദിച്ചിട്ട്, അപ്പൊ ഇന്നറും ചെയ്യണം, നമ്മൾ ഔട്ടറും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? ഇവിടെ റേഡിയസ് വേണം അല്ലെ? റേഡിയസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു പിക്ചറിലോട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഇതാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്, സർക്കിളിന്റെ സെന്റർ. അപ്പൊ വലിയ സർക്കിളിന്റെ
എന്ത് തന്നിട്ടുണ്ട് ഇവിടെ? റേഡിയസ് 19 സെന്റിമീറ്ററിന് ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾ സ്മോളർ സർക്കിൾ നോക്കിക്കേ. സ്മോളർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് സ്മോളർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. ഇപ്പം ഞാൻ ജസ്റ്റ് വേറൊരു കളർ യൂസ് ചെയ്ത് അതൊന്ന് മാർക്ക് ചെയ്യാം. സോ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതാ ഈ ഗ്രീൻ കളറിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതാണ് റേഡിയസ് ഓഫ് ദി സ്മോളർ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ ആയിട്ട് ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണ് അല്ലെ. ദെൻ ഈ വിഡ്ത്ത് 10 ആണ്. അപ്പം റേഡിയസ് സ്മോളർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത്ര പോർഷൻ ആണ് സ്മോളർ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. ടോട്ടൽ 19ഉം ഈ പോർഷൻ 10ഉം ആണെങ്കിൽ 19 മൈനസ് 10 ചെയ്താൽ 9. സോ അപ്പൊ ഇവിടെ റേഡിയസ് എന്തായിരിക്കും? സ്മോളർ സർക്കിളിന്റെ റേഡിയസ് 9ഉം ലാർജർ സർക്കിളിന്റെ റേഡിയസ്, അതായത് ഇന്നർ സർക്കിൾ, ഇവിടെ ഇന്നർ സർക്കിൾ എന്നാ കൊടുത്ത, ഇന്നർ സർക്കിളിന്റെ റേഡിയസ് ഇസ് 9 ആൻഡ് ഔട്ടർ സർക്കിൾ റേഡിയസ് ഇസ് 19. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ മതി? നമ്മുടെ സർക്കംഫറൻസ് ചെയ്താൽ മതി. ഇക്വേഷൻ യൂസ് ചെയ്ത് സർക്കംഫറൻസ് ഫൈൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഔട്ടർ സർക്കിൾ എടുക്കാം. ഔട്ടർ സർക്കിൾ എടുത്തു. ദെൻ അതിന്റെ റേഡിയസ് നോട്ട് ചെയ്യാം. റേഡിയസ് ഇസ് 19 മീറ്റർ ആൻഡ് സർക്കംഫറൻസ് എന്തായിരിക്കും? 2πr ആണ് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ. അപ്പൊ 2 into pi is 3.14 into then r is 19. r 19 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ ആയി. ടു ഇൻറ്റു 3.14 into 19. So answer is 119.32 ആണ്. 119.32. സോ ഇത്രയും മീറ്റേഴ്സ് ആണ് നമ്മുടെ ഔട്ടർ സർക്കിളിന്റെ സർക്കംഫറൻസ്. ഇവിടെ രണ്ടിന്റെയും സർക്കംഫറൻസ് മാത്രം ചെയ്താൽ മതി, ഡിഫറൻസ് ഒന്നും എടുക്കണ്ട കേട്ടോ. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഇന്നർ സർക്കിൾ ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നർ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ പറഞ്ഞു 19 മൈനസ് 10 ചെയ്യണം. സോ ആൻസർ 9 വരും. 9 മീറ്റർ ആണ് ഇന്നർ സർക്കിളിന്റെ റേഡിയസ്. ദെൻ സർക്കംഫറൻസ് എന്താണ്? 2πr ആണ് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ. അപ്പൊ 2 into 3.14 into 9 ചെയ്യാം. ഓക്കെ, അപ്പൊ 9 into 2 എന്ന് പറയുന്നത് 18 ആണ്. ദെൻ 314 into 18 ചെയ്യാം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് 56.52 മീറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? നമ്മുടെ ഇന്നർ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ ഇത് എങ്ങനെയാ ചെയ്തിട്ടുള്ളതെന്ന്? അപ്പൊ നമുക്ക് ഇവിടെ ഇന്നർ സർക്കിളിന്റെയും ഔട്ടർ സർക്കിളിന്റെയും സർക്കംഫറൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു 6 നമ്മുടെ ഇന്നർ സർക്കിളിന്റെ 6 ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാം. അവിടെ ആ ഒരു വിഡ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ലാർജർ സർക്കിളിന്റെ റേഡിയസും ഉണ്ടായിരുന്നു. അത് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് കിട്ടും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ 15th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 15th ക്വസ്റ്റ്യനിൽ how many times a wheel of radius 28 centimeter must rotate to go 352 meter? അപ്പൊ ഇവിടെ ഒരു വീലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഹൗ മെനി ടൈംസ് എ വീൽ എന്നാണ് ചോദിച്ചത്. ഹൗ മെനി ടൈംസ് റൊട്ടേറ്റ് ചെയ്യും, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ 352 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സമയത്ത് എത്ര ടൈംസ് ആ വീല് റൊട്ടേറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ഷേപ്പ് ആണ്. അപ്പൊ ഈ ഒരു സർക്കിൾ ഷേപ്പിന്റെ ഒരു 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആണ് അല്ലെ. ഈ വീല് ഒരു ടൈം റൊട്ടേറ്റ് ചെയ്യുമ്പം അത് അതിന്റെ സർക്കംഫറൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ്. അപ്പൊ ഇതാണ് വീലിന്റെ കേസിൽ നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ്. 1 റൊട്ടേഷനിൽ
1 റൊട്ടേഷൻ ഈക്വൽ ടു സർക്കംഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സർക്കംഫറൻസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കംഫറൻസും റൊട്ടേഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മളോട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം എത്ര റൊട്ടേഷൻസ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നമ്മൾ എത്ര റൊട്ടേഷൻസ് എടുക്കും എന്നാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലിവിടെ ഒരു ടേം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർക്കംഫറൻസ് വന്നു. അപ്പൊ നമുക്ക് ആദ്യം വീലിന്റെ സർക്കംഫറൻസ് ചെയ്യാം. ഓക്കെ, അപ്പം വീലിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് വീൽ, നമ്മുടെ വീലിന്റെ സർക്കംഫറൻസ് 2πr ആണ് നമ്മുടെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ π22/7 യൂസ് ചെയ്യാൻ പറഞ്ഞു. വീലിന്റെ റേഡിയസ് 28 ആണ്. അപ്പൊ 2 × 22/7 ഇൻറ്റു ആൻഡ് റേഡിയസ് 28. സോ ദെൻ 7ൽ നമുക്കറിയാം 28 4 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് 7ൽ 4 ടൈംസ് 28 വരും. ഇനി 2 × 22 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 44 കിട്ടും. 44 × 4 ചെയ്യുന്ന സമയത്ത് 44 × 4 16 6 then 1 70. സോ 176. അപ്പൊ 176 സെന്റിമീറ്റർ ആണ് നമ്മുടെ വീലിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. 176 സെന്റിമീറ്റർ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ഹൗ മെനി ടൈംസ് ദി വീൽ റൊട്ടേറ്റ് ടു ഗോ 352 മീറ്റർ. 352 മീറ്റർ നമ്മുടെ ഇതിപ്പോ ഒരു വീലാണ്. അപ്പൊ ഒരു വെഹിക്കിൾ 352 മീറ്റേഴ്സ് റൺ ചെയ്തു. ഓക്കെ, അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു. അപ്പൊ എത്ര ടൈം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന സർക്കംഫറൻസിനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോട്ടൽ തന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്മുടെ സർക്കംഫറൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് റൊട്ടേഷൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റൊട്ടേഷൻ, വീലിന്റെ റൊട്ടേഷൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര എടുത്തിട്ടുണ്ടോ, സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് വീൽ ചെയ്താൽ മതി. അതായത് സർക്കംഫറൻസ് സി ആണ്. അപ്പൊ സർക്കംഫറൻസ് ഓഫ് വീലിന്റെ സർക്കംഫറൻസ് ചെയ്യാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് 352 മീറ്ററിലാണ്. ഓക്കെ, ബട്ട് നമ്മുടെ റേഡിയസ് സെന്റിമീറ്ററിലായിരുന്നു. അപ്പം അതായത് ഒരു ഡയമെൻഷന്റെ യൂണിറ്റ് മീറ്ററും അടുത്തൊരാൾ സെന്റിമീറ്ററിലും ആകുമ്പോൾ ഒരിക്കലും മാത്സിൽ നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സെന്റിമീറ്റർ എടുത്തിട്ടാണ് ഇവിടെ പെരിമീറ്റർ, അതായത് നമ്മുടെ സർക്കംഫറൻസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയും യൂണിറ്റ് മാറ്റി കൊടുക്കുക. 352 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റാം. ഹൗ ടു കൺവേർട്ട് മീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ? into 100 ചെയ്താൽ മതി അല്ലെ. 1 മീറ്റർ 100 സെന്റിമീറ്റേഴ്സ് ആണ്. സോ ഇവിടെ 352 മീറ്റേഴ്സ് ആണെങ്കിൽ 352 into 100 ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതർവൈസ് നമ്മുടെ ആൻസർ റോങ് ആയിരിക്കും. ഇപ്പൊ ഡിസ്റ്റൻസ് എടുക്കുമ്പം 352 മീറ്റർ എന്ന് പറയുന്നത് 352 into 100. അപ്പൊ 2 0 കൊടുക്കുക. ദാറ്റ് ഇസ് 35,200 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 35200 ഡിവൈഡഡ് ബൈ 176 ആണ് നമുക്ക് സർക്കംഫറൻസ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് റൊട്ടേഷൻസ് കിട്ടും. സോ ആൻസർ ഇസ് 200 ആണ് ആൻസർ വരുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു വെഹിക്കിളിന്റെ റീല് റൊട്ടേറ്റ് ചെയ്യുന്നത് 200 ടൈംസ് റൊട്ടേറ്റ് ചെയ്യും. അതായത് 352 മീറ്റർ കവർ ചെയ്യാനായിട്ട് വീല് ടോട്ടൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 200 റൊട്ടേഷൻസ് എടുക്കും.
ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ഈ വീല് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. എപ്പോഴും നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കും, അവിടെ എന്തായാലും ഈ ഒരു വീലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദി മിനിറ്റ് ഹാൻഡ് ഓഫ് സർക്കുലർ ക്ലോക്ക് ഇസ് 15 centimeter long. How far does the tip of the minute hand move in 1 hour? സോ നമ്മൾ ഈ ഒരു സർക്കിൾ എന്ന് പറയുന്ന പാർട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സർക്കിളിനെ നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വീലും അതുപോലെ ക്ലോക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീല് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലോക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ക്ലോക്കിൽ ഇവിടെ തന്നിട്ടുള്ളത് ക്ലോക്കിന്റെ മിനിറ്റ് ഹാൻഡ്. ഓക്കെ, സോ ദി മിനിറ്റ് ഹാൻഡ് ഓഫ് സർക്കുലർ ക്ലോക്ക് ഇസ് 15 centimeter long എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്മുടെ സെന്റർ, ക്ലോക്കിന്റെ സെന്റർ പാർട്ടിന്ന് ഇവിടെ വരെ ഉണ്ടാവും അല്ലെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ലെങ്ത് 15 centimeter എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദി റേഡിയസ്. അതെന്താണ്? റേഡിയസ് ആണ്. ഓക്കെ, ദെൻ ഹൗ ഫാർ ഡസ് ദി ടിപ്പ് ഓഫ് ദി മിനിറ്റ് ഹാൻഡ് മൂവ് ഇൻ 1 hour? അപ്പൊ ഈ മിനിറ്റ് ഹാൻഡ് 1 hourൽ എത്ര മൂവ് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഹൗ ഫാർ, എത്ര ദൂരം മൂവ് ചെയ്യുന്നുണ്ടാവുന്ന. അപ്പൊ 1 hourൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത 1 hour കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് തിരിച്ച് ഇവിടെ തന്നെ എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു മിനിറ്റ് ഹാൻഡിന്റെ ടിപ്പിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ സർക്കംഫറൻസിനോട് ഈക്വൽ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ സർക്കംഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർക്കംഫറൻസ് എന്തിനോട് ഈക്വൽ ആണ്? ഡിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് മിനിറ്റ് ഹാൻഡിന്റെ ഡിസ്റ്റൻസ്, എത്ര മൂവ് ചെയ്തു എന്ന് പറയുന്ന ഡിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് ഉണ്ട്. റേഡിയസ് R is equal to 15 centimeter. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ചെയ്യേണ്ട എന്താണ്? നമ്മുടെ സർക്കംഫറൻസ് ആണ്. അതായത് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ, ദി മിനിറ്റ് ഹാൻഡ് ഓഫ് സർക്കുലർ ക്ലോക്ക് ഇസ് 15 centimeter long തന്നു. ദെൻ ഹൗ ഫാർ ഡസ് ദി ടിപ്പ് ഓഫ് ദി മിനിറ്റ് ഹാൻഡ് മൂവ് ഇൻ 1 hour? അപ്പം ഇവിടെ എന്തിനോട് ഈക്വൽ ആണ്? അതായത് 1 hourലെ നമ്മുടെ മിനിറ്റ് ഹാൻഡിന്റെ മൂവ്മെന്റും സർക്കംഫറൻസും ഈക്വൽ ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് മൂവ്മെന്റ് ഓഫ് മിനിറ്റ് ഹാൻഡ്, മൂവ്മെന്റ് ഓഫ് മിനിറ്റ് hand in 1 hour is equal to സർക്കംഫറൻസ്. നമ്മുടെ ക്ലോക്കിന്റെ സർക്കംഫറൻസിനോട് ഈക്വൽ ആണ്. ഇതിപ്പോ 1 hour ചോദിച്ചതുകൊണ്ട്, ഇപ്പൊ 30 minutes ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഹാഫ് മതി അല്ലെ, സർക്കംഫറൻസിന്റെ ഹാഫ് മതി. പക്ഷെ ഇതിപ്പോ മിനിറ്റ് ഹാൻഡ് ഇവിടെയാ നിൽക്കുന്നതെങ്കിൽ 1 hour എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ വന്ന് എൻഡ് ചെയ്യണം. 1 hour എന്ന് പറയുമ്പോൾ അതല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കംഫറൻസ് ചെയ്യാം. ദാറ്റ് ഇസ് 2 pi r. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into pi 3.14 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 3.14 into then r 15 ആണ്. സോ അപ്പൊ നമ്മൾ 15 കൊടുത്തു. ഇനി 15 into 2 എന്ന് പറയുന്നത് 30 ആണ് അല്ലെ. അപ്പൊ 30യും 340 into 30 ചെയ്യാം. അപ്പൊ 0 0 0 and 12ന് 2 then 1, 3യും 1ഉം 4, 3 into 3 is 9. So 0 2 4 and 9. സോ ഇനി നമുക്ക് ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പൊ 94.20 ആണ് ആൻസർ വരുന്നത്. സോ 94.20 ആൻഡ് നമുക്ക് ഇവിടെ വാല്യൂ സെന്റിമീറ്ററിലാണ്, അതുകൊണ്ട് സെന്റിമീറ്ററിൽ കൊടുക്കാം. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത്രയും സെന്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും? മൂവ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വീലിന്റേതായാലും ക്ലോക്കിനെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പെരിമീറ്റർ ആൻഡ് ഏരിയ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ പാരലോഗ്രാം, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ, ഈ 3 ഫിഗേഴ്സിന്റെ പെരിമീറ്റർ ആൻഡ് ഏരിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇക്വേഷൻസ് എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.